എടി നമ്മൾ ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് നിനക്ക് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. എല്ലാം കൂടെ കൊഴിഞ്ഞ് ഇലക്കകത്തിൽ വെച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് കറക്റ്റ് കണക്കൊന്നും അറിയാതെ കണ്ട് ഉണ്ടാക്കിയ ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോഴ് ചോറും കുഴഞ്ഞു പോയിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത്, ബിരിയാണി അല്ലായിരുന്നു. അപ്പം ഫ്രൈഡ് റൈസിനകത്ത് നമ്മൾ എസൻസ് ഒഴിക്കുന്നതൊക്കെ കൂടിപ്പോയിട്ട് അതിൻ്റെ മണം കാരണം നമുക്ക്, പക്ഷെ ഞങ്ങൾ കളഞ്ഞില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ അന്ന് നമ്മൾ ആദ്യമായിട്ട് വെച്ച മറ്റൊരു പാക്കറ്റിൽ കിട്ടുന്ന അരിയുണ്ട്, അതിലെല്ലാം കൂടി കിട്ടുന്ന അതാ വെച്ചത്. പക്ഷെ ഞങ്ങൾ ഒരു നുള്ളു പോലും കളഞ്ഞതുമില്ല. ഞങ്ങൾ ഫുള്ള് കഴിച്ചു. കാര്യം നമ്മൾ തന്നെ വെച്ചില്ലേ, കളയാൻ പറ്റത്തില്ലല്ലോ. ഇത് തുറക്കുമ്പോൾ തന്നെയാണെങ്കിൽ ഭയങ്കര എസൻസിൻ്റെ മണവും പിന്നെ ചോറൊക്കെ ആണെങ്കിൽ കുഴാന്നിരിക്കുകയായിരുന്നു. പിന്നെന്താ പറയാനാ, വെച്ചതല്ലേ, കളയാൻ പറ്റൂലല്ലോ. ഞങ്ങളത് മൊത്തം കഴിച്ചു. പിന്നെ ഇനി ഈ ബിരിയാണിക്ക് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഡീസൻ്റായി കേട്ടോ. ഞങ്ങൾ ബാക്കി വെക്കുന്ന ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒറ്റ പ്രാവശ്യമേ കൊളായി പോയിട്ടുള്ളൂ.